ഹലോ, നമസ്കാരം. ദേവലോകം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും എന്ത് ചെയ്യുന്നു, എന്തെടുക്കുന്നു, സുഖമായിരിക്കുന്നോ? പിന്നെ എന്താ പറയുക, ഇന്ന് ചൊവ്വാഴ്ചയായിരുന്നു. രാവിലെ പോയി ആറ്റിൽ പോയിട്ട് കുളിച്ചു. നല്ല തണുപ്പാണ് ഇവിടെ. ആറ്റിൽ പോയിട്ട് കുളിച്ച് വന്ന് വരുന്ന വഴിക്ക് തന്നെ ഒരു സ്വാമിയുണ്ട്. അവിടെ കയറി സ്വാമിയെ കുമ്പിട്ട്, സ്വാമി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ദൈവത്തിനെയാണ് പറയുന്നത് സ്വാമിന്ന്. സ്വാമിയെ കുമ്പിട്ട് പിന്നെ അവിടുന്ന് വന്ന് വീട്ടിൽ എന്ത് ചെയ്ത്, ഞാൻ പോയപ്പം രാവിലെ വിളക്കെല്ലാം കത്തിച്ച് പല്ലൊക്കെ തേച്ച് വെള്ളമെല്ലാം നല്ലോണം കുടഞ്ഞ് വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടാണ് ഞാൻ പോയത്. തിരിച്ചു വന്നതിന് ശേഷം എന്ത് ചെയ്തു, വീണ്ടും ഞാൻ എന്ത് ചെയ്തു, ഒന്നും കൂടെ വിളക്കൊക്കെ ഒന്നും കൂടെ കത്തിക്കാനുണ്ടായിരുന്ന വിളക്കുകളെല്ലാം ഒന്നും കൂടെ കത്തിച്ചു, അർച്ചനയെല്ലാം കൊടുത്തു. വളരെ ഹാപ്പി ആയിട്ട് എന്ത് ചെയ്തു ഇരിക്കുന്നു. അപ്പം നിങ്ങൾ കേരളത്തിൽ ഇപ്പം വളരെ സന്തോഷമായിട്ടിരിക്കുന്ന ദിവസങ്ങളാണല്ലോ, ക്രിസ്മസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം എല്ലാവരും ക്രിസ്മസിനെ വരവേൽക്കാനായിട്ട് ഇരിക്കുന്ന ദിവസം. ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോൾ തിരുപ്പിറവിയും, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ ന്യൂ ഇയർ ഒക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന ആഘോഷങ്ങളിലേക്കും പുതിയ വർഷത്തിലേക്കൊക്കെ കടക്കാനായിട്ട് പോവുകയാണ്. പഴയ വർഷം നമ്മൾ ഒരുപാട് എന്ത് ചെയ്ത്, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വേദനകളുടെ നടുവിലും ഒരുപാട് വേദനകളെ ഉള്ളിലൊതുക്കി ജീവിതത്തോട് പൊരുതിക്കൊണ്ടിരുന്ന ദിവസങ്ങളായിരുന്നു എൻ്റേത്. അപ്പോൾ വേറെ ഒന്നുമല്ല, നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ കേരളത്തിലകത്തൊരു വീട് വാടകയ്ക്ക് എടുത്തു. നമ്മൾ ജേക്കബ് എന്ന് പറയുന്ന ഒരാളുടെ, ജേക്കബ് എമേഴ്സൺ എന്ന് പറയുന്ന ഒരാളുടെ വീട് എന്ത് ചെയ്തു, നമ്മൾ വാടകയ്ക്ക് എടുത്തു. വാടകയ്ക്ക് എടുത്ത സമയത്ത് നമ്മളെക്കുറിച്ചും എന്നെക്കുറിച്ചും എന്നെ അറിയുന്ന ഒരാളാണ്. അപ്പോൾ എന്നെ കൂടുതൽ എന്ത് ചെയ്യണ്ട, കൂടുതൽ പരിചയപ്പെടുത്തി കൊടുക്കണ്ട, അപ്പോൾ അറിയുന്ന ഒരാളാണ്. അപ്പോൾ ഞാനിപ്പോഴുള്ള നിലപാട് എന്ത് ചെയ്തു, ഞാൻ അദ്ദേഹത്തിന് എന്ത് ചെയ്തു, പരിചയപ്പെടുത്തി കൊടുത്തു. അപ്പം ഞാൻ എന്താണെന്ന്, ഞാനിപ്പോൾ എന്താ ചെയ്യുന്നതെന്നെല്ലാം ഞാൻ പറഞ്ഞു. ഞാൻ പൂജ ചെയ്യുന്ന ആളാണ്, അസ്ട്രോളജി അങ്ങനെയൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് അതൊന്നും കുഴപ്പമില്ല. അദ്ദേഹം പറഞ്ഞു, ഒരു ഓപ്ഷൻ എന്നോട് പറഞ്ഞത് എന്താണ്, വീട്ടിൽ ആണി അടിച്ച് എന്ത് ചെയ്യരുത്, ഫോട്ടോസ് എന്ത് ചെയ്ത് തൂക്കി വയ്ക്കരുതെന്ന് പറഞ്ഞു. നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ആണിയൊന്നും അടിച്ചില്ല. നിങ്ങൾ വീഡിയോ കണ്ട് ദേവരാഗവും ദേവലോകവും കാണുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം, നമ്മൾ പൂജാമുറിയെല്ലാം നമ്മൾ പബ്ലിക്കായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. അപ്പം ഇന്നത്തെ കാലഘട്ടങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ചാനലുകൾ ലേഡീസ് തുടങ്ങിയിട്ടുണ്ട്. ഹിന്ദു ആയിട്ടുള്ള പെൺകുട്ടികൾ ചാനൽ തുടങ്ങിയിരിക്കുന്ന പെൺകുട്ടികളെല്ലാം രാവിലെ എണീക്കുകയും അവരുടെ പൂജാ റൂമിൽ കാണിക്കുകയും പൂജ ചെയ്യുന്നതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, വീഡിയോയിൽ കാണിക്കാറുണ്ട്. നിങ്ങളത് കാണുന്നവർക്ക് മനസ്സിലാകും. ഇനി ജേക്കബ് കണ്ടിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ നിനക്ക് ഒന്നും കൂടെ കാര്യങ്ങൾ എന്ത് ചെയ്യും, മനസ്സിലാവും. നിനക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാണല്ലോ നീ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 24 മണിക്കൂറും നീ എന്ത് ചെയ്യുന്നു, വേദപുസ്തകവും, പിന്നെ നിൻ്റെ വീടിൻ്റെ മുമ്പിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നല്ലൊരു മണി എന്ത് ചെയ്തിട്ടുണ്ട്, നീ കെട്ടി തൂക്കിയിട്ടുണ്ട്. ബന്ധുക്കോസുകാരനായ നിനക്കെന്തിനാണ് പള്ളിയിൽ അടിക്കുന്ന മണിയുടെ ആവശ്യം, നിനക്കെന്താണ്? അപ്പം നീ ആ പള്ളിയുടെ ചട്ടക്കൂടും പള്ളിയുടെ കാര്യങ്ങളും യഥാർത്ഥമായിട്ട് നീ വിട്ടിട്ടില്ലാത്തതുകൊണ്ടാണ് നിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു മണി നീ എന്ത് ചെയ്തിട്ടുണ്ട്, കെട്ടി തൂക്കിയിട്ടുണ്ട്. നിൻ്റെ വീടിൻ്റെ മുകളിൽ തന്നെ നീ എന്ത് ചെയ്യുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്. നീ മൈക്ക് വെച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്. നീ കൈയടിച്ച് ആരാധിക്കുന്നുണ്ട്. നീ ഒച്ച വെച്ച് പ്രസംഗിക്കുന്നുണ്ട്. എന്താണ് നീ പ്രസംഗിക്കുന്നത്, എന്താണ് നിൻ്റെ പ്രസംഗത്തിൻ്റെ അർത്ഥം എന്നും കൂടെ നീ എന്ത് ചെയ്യണം, ഒന്ന് മനസ്സിലാക്കി തരണം. ഇനി പ്രേക്ഷകർക്ക് കാണാൻ വേണ്ടിയിട്ട് ഇതൊരു സാമ്പ്രാണി തിരിയാണ്. ഇത് കേരളത്തിനകത്ത് എനിക്ക് കേരളത്തിൽ ഞാൻ കത്തിച്ചുകൊണ്ടിരിക്കുന്ന തിരി എന്ന് പറഞ്ഞാൽ ലാവണ്ടർ, പിന്നെ അങ്ങനെ ഉള്ള 1-2 ചന്ദനത്തിരിയുടെ പേര് ഞാൻ മറന്നുപോയി. അങ്ങനെയൊക്കെയുള്ള, പിന്നെ ചെമ്പകം, പിന്നെ വേറെ എന്തോ, അങ്ങനെ കുറേ സ്മെല്ലുള്ള മുല്ല, അങ്ങനെയൊക്കെയുള്ള സ്മെല്ലുള്ള ചന്ദനത്തിരിയാണ് കത്തിക്കുന്നത്. ഇവിടെ ഞാൻ വാങ്ങിക്കുന്ന ചന്ദനത്തിരിയാണ്. ഇതിൻ്റെ പേരാണ് നസ്തര അതിർബത്തി, അങ്ങനെയാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ കൂടെ ഒരു തീപ്പെട്ടിയും എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രീ ഉണ്ട്. ഇത് ചെമ്പകത്തിൻ്റെ ഫ്ലേവറാണ്. ഇത് പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് സ്മെല്ലുണ്ട്. ഇതിൻ്റെ ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ട്. ഇതിൽ ഒരു ഫ്ലേവറാണ് ഇത്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് വീട്ടിൽ കത്തിച്ച് വെച്ചാൽ നല്ല സ്മെല്ലാണ്. പിന്നെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ഒരു സാമ്പ്രാണിയാണ്. ഇത് കേരളത്തിനകത്തുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇതും ഒരു എന്താ പറയുന്നത്, സാമ്പ്രാണിയാണ്. ഇത് നമ്മൾ ഇതിൻ്റെ സൈഡ് നമ്മൾ കത്തിച്ച് വയ്ക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ഉള്ളിൽ കുന്തിരിക്കാം, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, സ്മെല്ല് വരും. ഒരുപാട് നെഗറ്റീവ് എനർജി പോയി ഒരുപാട് പോസിറ്റീവ് കിട്ടുന്ന ഒരു
ഒരു സാമ്പ്രാണിയാണ് ഇതിൻ്റെ പേര്. ഇത് പിന്നെ വേറെ ഒരു നീളമുണ്ട്, നീളമുള്ളത് നമ്മുടെ കേരളത്തിലുണ്ട്. അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമ്മുടെ വിപണിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ചന്ദനത്തിരികൾ, ഒരുപാട് ഏറ്റവും കൂടുതൽ സോപ്പുകൾ ഇറങ്ങുന്ന പോലെ തന്നെ ആണ് ചന്ദനത്തിരിയും വിപണിയിൽ എന്ത് ചെയ്യുന്നു ഇറങ്ങുന്നുണ്ട്. ഒരുപാട് പൂജ ഐറ്റംസ് ഉണ്ട്. എന്ന് വെച്ചാൽ പൂജ ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ താമസിക്കുന്നിടത്തുണ്ട്, കേരളത്തിലും ഉണ്ട്. പൂജാ കടയിൽ പോയാൽ പൂജാ സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ട്. അപ്പം കേരളത്തിൽ പൂജാ കടകളുണ്ട്, പൂജാ സാധനങ്ങളുണ്ട്, പൂജ ചെയ്യുന്ന ആളുകളുമുണ്ട്. അത് വീട്ടിലാണെങ്കിലും പിന്നെ കോവിലാണെങ്കിലും എല്ലാം ചെയ്യും. അപ്പം ഇവൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഹോമം ചെയ്തു. ഹോമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗണപതി ഹോമം ഞാൻ കണ്ടിട്ടുണ്ട്. അതെന്തിനാ ചെയ്യുന്നതെന്ന് എനിക്കറിയാം. അതായത് ഗണപതിക്ക് ആദ്യമായിട്ട് എല്ലാ അമ്പലങ്ങളിലും ഗണപതിക്ക് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന, ഒരു ചടങ്ങാണ് ഗണപതി ഹോമം എന്ന് പറയുന്നത്. ഗണപതി ഹോമം എന്ന് പറഞ്ഞാൽ വിഘ്നങ്ങൾ തീരാനാണ് എന്ത് ചെയ്യുന്നത്, വീടുകളിൽ പുതിയ വീടുകൾ വയ്ക്കുമ്പം വിഘ്നങ്ങൾ തീരാനാണ് എന്ത് ചെയ്യുന്നത് ഗണപതി ഹോമം നടത്തുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാം, ഹിന്ദുക്കൾക്കൊക്കെ അറിയാം, ക്രിസ്ത്യൻസിനും അറിയാം. ക്രിസ്ത്യൻസും ഇതിനൊക്കെ പോകുന്ന ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ജ്യോത്സ്യം നോക്കാൻ പോകുന്നവരുണ്ട്, കൈ നോക്കുന്നവരുണ്ട്, രഹസ്യമായിട്ട് പൂജകൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ കേരളത്തിനകത്ത് ചോറ്റാനിക്കര എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട്. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട്, അതായത് ഞാൻ എൻ്റെ മുൻ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, ആത്മാക്കളെ കുറിച്ച് എന്ത് ചെയ്തിട്ടുണ്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. ഒരു മിനിറ്റ് പോരാ. എൻ്റെ മുൻ വീഡിയോകളെ കുറിച്ചെല്ലാം ഞാൻ ആത്മാക്കളുടെ വീഡിയോസിനെ കുറിച്ച് ഇട്ടിട്ടുണ്ട്. ഞാൻ ആത്മാക്കളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ആത്മാക്കൾ എന്ന് പറയുന്നതുകൊണ്ട് ഇതിൽ ആക്സിഡൻറ്റ് പറ്റിയത്, തൂങ്ങി മരിച്ചത്, വിഷം കഴിച്ചത്, അങ്ങനെയൊക്കെയുള്ള ആത്മാക്കൾ ഓരോ, അതായത് പ്രാർത്ഥന കാര്യങ്ങളൊന്നുമില്ലാത്ത അല്ലെങ്കിൽ ഭയമുള്ള അങ്ങനെയുള്ള ബോഡിയിലേക്ക് ഈ ആത്മാവ് പ്രവേശിച്ചിട്ട്, ഇനി ജേക്കബിന് അറിയത്തില്ലെങ്കിൽ ജേക്കബ് ഒന്ന് പോയി നോക്കിയാൽ മനസ്സിലാവും. കേരളത്തിനകത്ത് നിൻ്റെ വീടിനടുത്ത് ചോറ്റാനിക്കര എന്ന് പറയുന്ന ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൽ നീ ഒന്ന് പോയി നോക്കി, അല്ലെങ്കിൽ ആ അമ്പലത്തിൽ പോകുന്ന ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരും. അവിടെ ഇന്നും കേരളത്തിനകത്ത് കുരുതി പൂജ നടക്കുന്ന രണ്ട് അമ്പലങ്ങളുണ്ട്. ഒന്ന് ചോറ്റാനിക്കരയും ഒന്ന് കൊടുങ്ങല്ലൂരുമാണ്. പിന്നെ മറ്റുള്ള അമ്പലങ്ങളിലും കുരുതി നടത്താറുണ്ട്. എന്നാലും ഫേമസ് ആയിട്ട് നിൽക്കുന്ന 2 അമ്പലങ്ങൾ കേരളത്തിൽ ചോറ്റാനിക്കരയും കൊടുങ്ങല്ലൂരുമാണ്. ഈ എൻ്റെ ജീവിതയാത്രയിൽ അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് ഒറ്റപ്പെട്ടപ്പോഴും ഒരുപാട് വേദനിച്ചപ്പോഴും എൻ്റെ ലൈഫിൻ്റെ ഓരോരോ ഘട്ടങ്ങളിലും എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാനോ ഒന്ന് ചേർത്ത് നിർത്താനോ അല്ലെങ്കിൽ എന്നെ ഒന്ന് സമാധാനപ്പെടുത്താനോ, ഞാൻ എന്താണ് അനുഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുന്ന സമാധാനം തരാൻ എൻ്റെ വീട്ടുകാരെൻ്റെ എൻ്റെ ജന്മം തന്ന മാതാപിതാക്കളോ ബന്ധുക്കളോ ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഈ ആത്മീയ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പായിട്ട്, അല്ലെങ്കിൽ ആത്മീയ ജീവിതം എൻ്റെ ലൈഫിലുണ്ട്, പക്ഷെ അതിന് മുമ്പ് എൻ്റെ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ, എൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടങ്ങൾ തുടങ്ങുന്ന ആ സമയത്ത്, ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ സമയത്ത് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നും പറഞ്ഞിട്ട് ജ്യോതിഷാലയങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ അങ്ങനെ എന്ത് ചെയ്തു, ജ്യോതിഷം നോക്കി അതിൻ്റെ പരിഹാരങ്ങൾ എൻ്റെ അടുത്ത് പറയാറുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാറുണ്ട്, അമ്പലത്തിൽ പോയിട്ടുണ്ട്, അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സ്ഥലത്ത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, പോയിട്ടുണ്ട്. എനിക്ക് കൊല്ലത്തിനകത്ത് ഒരുപാട് ജ്യോതിഷന്മാരെ എന്ത് ചെയ്യാം അറിയാം. ഏറ്റവും വലിയ പ്രഗത്ഭരായ ജ്യോത്സ്യന്മാരായ കുടമാളൂർ ശർമ്മ, അങ്ങനെയുള്ള ആളുകളുടെ അടുത്തെല്ലാം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, പോയിട്ടുണ്ട്. മണിക്കൂറുകളോളം ട്രാവൽ ചെയ്തിട്ട് ഞാൻ ജ്യോത്സ്യന്മാരെ കാണാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ പോയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ എന്താണെന്ന് അറിയണം, എൻ്റെ ലൈഫിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് എനിക്കറിയണം. അപ്പോൾ ഞാൻ ഒരുപാട് സ്ഥലത്ത് നിന്നിട്ടുണ്ട്, പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഓരോ കാര്യങ്ങൾ ഇത് കേൾക്കുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, ജ്യോത്സ്യം കാര്യങ്ങളൊക്കെ ഇതായിട്ടുണ്ട്. നമ്മൾ ഒരുപാട് സ്ഥലത്ത് കേരളത്തിനകത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വീട് വാടകയ്ക്ക് എടുത്ത് താമസിച്ചിട്ടുണ്ട്. അവിടെയെല്ലാം ഞാൻ വിളക്ക് കത്തിക്കാറുണ്ട്, വീഡിയോസ് ഇടാറുണ്ട്. അപ്പം അതേപോലെ തന്നെ ഞാൻ തുടങ്ങി കഴിഞ്ഞതിന് ശേഷം ചാനൽ തുടങ്ങിയ ആളുകളൊക്കെ ഉണ്ട്. അവരെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, രാവിലെ എണീക്കുന്നു, അവരുടെ വീട്ടിൽ കുളിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, പൂജാ റൂമിൽ വിളക്ക് വയ്ക്കുന്നു, വിളക്ക് കത്തിക്കുന്നു, 1, 2, 3, 4, 5 വിളക്കുകൾ കത്തിക്കുന്നു, അടുക്കളയിൽ വിളക്ക് കത്തിക്കുന്നു,
കുളിപ്പിക്കുന്നു, അവിടെയെല്ലാം നല്ലോണം ഒരുക്കുന്നു. അതിർബത്തി, അതായത് ഈ ഇപ്പം ഞാനിപ്പോൾ കാണിച്ചു തന്നില്ല ഈ സംഭവം, ഇതിൻ്റെ വേറെ കുറച്ച് പൊടികളെല്ലാം, അങ്ങനത്തെയുള്ള കുറച്ച് പൊടികൾ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ആമസോണിൽ അവൈലബിൾ ആണ്. പൂജാ കാര്യങ്ങൾ, അതായത് ഇതുപോലെ ഈ സാമ്പ്രാണി, ഇപ്പം ഞാൻ കാണിച്ചു തന്ന സാമ്പ്രാണി വെക്കുന്ന പാത്രങ്ങൾ, അങ്ങനെയെല്ലാം ആമസോണിലും ഒക്കെ ഓൺലൈനിലൊക്കെ ഇത് അവൈലബിളായി കിട്ടുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം ആൾക്കാർ വീഡിയോ ചെയ്തിട്ട് അവരെല്ലാം ഓർഡർ ചെയ്ത് വീടുകളിൽ വരുത്തും. അപ്പോൾ അവരെന്ത് ചെയ്യും, ധൂപം കാണിക്കും, അടുക്കളയിൽ ധൂപം കാണിക്കും, അടുക്കളയിൽ വിളക്ക് കത്തിക്കും, അടുക്കളയിൽ ചന്ദനം ഇട്ട് അവർ ഒരുക്കും. അങ്ങനെ പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ന് യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനിടയിൽ ഒരു കാര്യം കൂടെ ഞാൻ പറയുകയാണ്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ഹരിത കർമ്മസേനയും ആശാ വർക്കറും കൂടെ ആണ് ഞാൻ താമസിക്കുന്ന വീടിൻ്റെ അവിടെ എന്ത് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് സ്റ്റാർട്ടിങ് പ്രശ്നങ്ങൾ എന്ത് ചെയ്യുന്ന ആരംഭിക്കുന്നത്. ഹരിത കർമ്മസേനയും കൊണ്ട് പൊറുതി മുട്ടിയിട്ട് ഒരുപാട് യൂട്യൂബേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്നും നിൽക്കട്ടെ, അവിടെയാണ് തുടക്കം. ഞാൻ താമസിക്കുന്ന വീടിൻ്റെ തുടക്കം അവിടെയാണ് എനിക്ക് എന്ത് ചെയ്യുന്നത് തുടങ്ങുന്നത്. അപ്പോൾ ഇവരെയും കൊണ്ട് വലിയ ബുദ്ധിമുട്ടുകളാണ്. വാടക വീടാണെന്നോ അല്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണെന്നോ ഒന്നും നോക്കാതെ 50 രൂപയ്ക്ക് വേണ്ടി വന്ന് എന്ത് കോലവും കിട്ടുന്ന ആളുകളാണ് എന്ത് ചെയ്യുന്നത്, ഹരിത കർമ്മസേന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളൊക്കെ. ആശാ വർക്കർ എന്ന് പറയുന്ന വെറും ഒരു വൃത്തികെട്ട എന്ത് ചെയ്യുന്ന എന്ന് വെച്ചാൽ അവർക്ക് കോച്ചിങ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ചിലർ ഒരു പരിജ്ഞാനം ഇല്ലാതെ സംസാരിക്കുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ അത് പോട്ടെ, അത് നിൽക്കട്ടെ. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു വന്നത്, കേരളത്തിൽ 2 അമ്പലങ്ങളാണ്, ചോറ്റാനിക്കരയും പിന്നെ കൊടുങ്ങല്ലൂരുമാണ് കുരുതി നടത്തുന്ന അമ്പലങ്ങൾ. ഇതിൽ ചോറ്റാനിക്കരയിലെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ അതായത് ഏറ്റവും പണ്ട് കാലങ്ങളിൽ അവിടെ റിയലായിട്ട് മൃഗങ്ങളെ എന്ത് ചെയ്തിരുന്നു, കുരുതി കൊടുത്തിരുന്നു. ഇപ്പോൾ ഞാൻ താമസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ റിയലായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, റിയൽ ആയിട്ട് മൃഗങ്ങളെ ഇപ്പോഴും ആടിനെയും കോഴീനെയൊക്കെ റിയൽ കുരുതി കൊടുക്കുന്നത് ഞാൻ എൻ്റെ കണ്ണിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ആടിനെയൊക്കെ വെട്ടി എന്ത് ചെയ്യുന്നു, ഇങ്ങനെ കാലം അങ്ങോട്ട് വലിച്ചു പിടിച്ചിട്ട് വെട്ടിയിടുന്നത് ഞാൻ എൻ്റെ കൺമുമ്പിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഓരോ ആചാര അനുഷ്ഠാനങ്ങളെ നല്ലവണ്ണം മനസ്സിലാക്കി നല്ലവണ്ണം എന്ത് ചെയ്യുന്നുണ്ട്, പഠിച്ചും എടുത്തു പോകുന്ന ഒരാളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഫുൾ പോസിറ്റീവായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് എന്ത് ചെയ്യണം, എനിക്ക് പോസിറ്റീവിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ചന്ദനത്തിരികളും ഇതും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, വിളക്ക്, അതായത് നമ്മൾ ആദ്യം വിളക്ക് കത്തിക്കും, വിളക്ക് കത്തിച്ചതിന് ശേഷം എന്ത് ചെയ്യും, ചന്ദനത്തിരി കത്തിക്കും, ചന്ദനത്തിരി കത്തിച്ചിട്ട് കർപ്പൂരവും നമ്മൾ എന്ത് ചെയ്യും, കത്തിക്കും. അങ്ങനെ ഈ 3 സാധനങ്ങളാണ് നമ്മൾ മെയിനായിട്ട് പൂജയ്ക്ക് എന്ത് ചെയ്യുന്നത്, നമ്മൾ എടുക്കുന്നത്. പിന്നെ പൂജ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക്, നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിക്കുന്നത്. പിന്നെ നമ്മൾ പൂവ്, വെള്ളം, അങ്ങനെയുള്ള പല സാധനങ്ങളും ഉണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ചിരുന്ന കേരളത്തിലുള്ള നമ്മുടെ പൂട്ടിക്കിടക്കുന്ന വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശംഖ്, കൊടുങ്ങല്ലൂരമ്മയുടെ വാള്, പരദേവതയുടെ വാള്, ഉരുളി, അങ്ങനെ വിളക്കുകൾ, ഒരുപാട് വിളക്കുകൾ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ആ വീട്ടിനകത്ത് ഉണ്ട്. അപ്പോൾ ഈ ഹൗസ് ഓണറിൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞല്ലോ, വീഡിയോയുടെ മുമ്പിൽ പറയുന്നത്, അവൻ്റെ വീട്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അവനൊരു മണി എന്ത് ചെയ്തിട്ടുണ്ട്, കെട്ടി തൂക്കിയിട്ടുണ്ട്. നമ്മൾ താമസിക്കുന്ന വാടക വീട്ടിലും നമുക്ക് ഒരു മണിയുണ്ട്. ഞാൻ വീട്ടിൽ കെട്ടി തൂക്കിയിരിക്കുന്നതിനെ കഴിഞ്ഞ് മണിയെ കഴിഞ്ഞും കൂടുതൽ വലുത് അവൻ്റെ വീട്ടിലാണ് അവൻ എന്ത് ചെയ്തിരിക്കുന്നത്, കെട്ടി തൂക്കിയിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ള മണി തന്നെയാണത്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കെട്ടി തൂക്കിയിട്ടുണ്ട്. വലിയ മണിയുണ്ട്, നമ്മളതൊന്നും കെട്ടി തൂക്കിയിട്ടൊന്നുമില്ല. അതൊക്കെ ഞാൻ സ്വകാര്യമായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണ്. ഒരുപാട് പൂജാ സാധനങ്ങളുണ്ട്. അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് നാളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് നാളുകളുടെ പ്രയത്നവും ഒരുപാട് കഷ്ടപ്പാടും, ഞാൻ വാങ്ങിച്ചതും എനിക്ക് വാങ്ങിക്കാതെ എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന കാര്യങ്ങളും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് പൂജാ റൂമിനകത്ത്. അപ്പം നമ്മളിവരോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, വീട് വാടകയ്ക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ അവർക്കതൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അവനല്ലെങ്കിൽ ആദ്യമേ എന്നോട് പറയണമായിരുന്നു, എന്ത് ചെയ്യണം, എനിക്ക് പറ്റില്ല, വീട് തരാൻ പറ്റില്ല എന്ന് ആദ്യമേ പറയണമായിരുന്നു. എനിക്ക് വീട് തന്നിട്ട് എന്നെ എന്തിനാണ് ബുദ്ധിമുട്ടിപ്പിക്കാനായിട്ട്, എന്നെ എന്തിനാണ് ഇങ്ങനെ ഇത്രയും ക്രൂരത എന്നോട് ചെയ്തിരിക്കുന്നത്. ഞായറാഴ്ച ഇവൻ ആരാധിക്കുന്നുണ്ട്, ഇവൻ എല്ലാവർക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ആളുകളെ വരുത്തുന്നുണ്ട്. ഇവൻ എന്താണ് പ്രസംഗിക്കുന്നത്, ഇവന് പ്രസംഗിക്കാനായിട്ട് എന്ത് യോഗ്യതയുണ്ട്? അതായത് ജേക്കബ് എമേഴ്സൺ ദൈവവചനം
ദൈവവചനം പ്രസംഗിക്കാനായിട്ട് എന്തു യോഗ്യതയുണ്ട് നിനക്ക്? നീ ബൈബിൾ അടിസ്ഥാനപ്പെടുത്തിയാണോ നിൻ്റെ ജീവിതം? ബൈബിളിനകത്ത് എഴുതിയിട്ടുണ്ട്, 2 വീടുള്ളവൻ ഒരെണ്ണം ദാനം ചെയ്യട്ടെ, അല്ലെങ്കിൽ 2 വസ്ത്രമുള്ളവൻ ഒരെണ്ണം ദാനം ചെയ്യട്ടെ. നീ അത് ചെയ്യുന്നുണ്ടോ? ഇല്ല, പോട്ടെ, നീ അത് ചെയ്യണ്ട. നിൻ്റെ വീട്ടിൽ വാടകയ്ക്ക് കൊടുത്തിട്ട് പോലും നീ അവരെ അവിടെ താമസിപ്പിക്കുന്നുണ്ടോ? അപ്പം നിനക്ക് ആ ഒരു വചനം കൊണ്ട് ആ ഒരു വചനം നിൻ്റെ ലൈഫിൽ ഇല്ല. അപ്പം നിനക്കത് പ്രസംഗിക്കാൻ നീ അതിന് യോഗ്യതയല്ലോ. ഇനി വേറൊരു കാര്യമുണ്ട്, ബൈബിളിനകത്ത് എഴുതിയിട്ടുണ്ട്, ന്യായവിധി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്യം ബൈബിളിലുണ്ട്. അത് ഏത് പുസ്തകത്തിലാണെന്ന് ഞാൻ നിനക്ക് പറഞ്ഞുതരാം. വെളിപാട് പുസ്തകത്തിലാണ് ന്യായവിധിയെക്കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞിരിക്കുന്നത്. നിനക്കിനി അത് അറിയത്തില്ലെങ്കിൽ ഞാനത് പറഞ്ഞുതരാം. അപ്പോൾ ന്യായവിധിയെക്കുറിച്ച് പറയുന്നുണ്ട്. നീ പ്രസംഗിക്കുന്ന ദൈവവചനം തന്നെ നിന്നെ തന്നെ എന്ത് ചെയ്യും? ന്യായം വിധിക്കും. കാരണം നീ നിരപരാധിയായിരിക്കുന്ന എന്നെയും എൻ്റെ ഹസ്ബൻഡിനെയും നീ വീട് തന്നിട്ട് ഞങ്ങളുടെ സാധനങ്ങളെല്ലാം അതിനകത്ത് കിടക്കുമ്പോൾ, ഞങ്ങളുടെ പൂജാ റൂം എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളാണ്, അത് ഞങ്ങളുടെ പ്രൈവസിയാണ്. ഇപ്പോൾ ഈ ചന്ദനത്തിരി കത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വിപണിയിൽ ഇറങ്ങുന്ന സാധനങ്ങളാണ്, ഇതെല്ലാവരും യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. അമ്പലങ്ങളിലും പള്ളികളിലും വീടുകളിലൊക്കെ യൂസ് ചെയ്യുന്ന സാധനം തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. ഞാൻ കാശ് കൊടുത്തിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ കത്തിക്കുന്നു. പിന്നെ നിൻ്റെ ഈ ചന്ദനത്തിരി കത്തിച്ചിട്ട് ശ്വാസം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർ TV തുറന്നു വെച്ചിട്ട് ആ കൂടെ കിടന്ന് ഹല്ലേലൂയയും സ്തോത്രവും ആർത്തുല്ലസിച്ച് പറയുമ്പം അത് എനിക്കും ഡിസ്റ്റർബാണ്. പക്ഷെ ഞാൻ അതിനെ എനിക്കതിനെ പ്രതികരിക്കേണ്ട കാര്യമില്ല, അത് അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. പിന്നെ അങ്ങനെ ഒരുപാട് നീ വീട് തന്നിട്ട് നിൻ്റെ അയൽവാസികളുടെ സ്വഭാവം നല്ലോണം അറിയാമായിട്ട് നീ എനിക്കെന്തിനു വീട് തന്നു? ഇനി ഞാൻ അവിടെ ഇല്ലാണ്ടിരുന്ന സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് 2 മാസത്തെ വാടകയും മേടിച്ചിട്ട് ഇതൊക്കെ പറഞ്ഞ കാര്യമാണ്. ഒന്നും കൂടെ നിൻ്റെ ചെവിയിലേക്ക് ബോധോദയം വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ അവിടെ ഇല്ലാണ്ടിരുന്ന സമയത്ത് ഞാൻ പൂട്ടിപ്പോന്നിരിക്കുന്ന വീട് എൻ്റെ അനുവാദമില്ലാതെ വീട് തുറന്ന് അതിനകത്ത് കയറ്റിയപ്പോൾ ഹൗസ് ഓണർ എന്നുള്ള നിലയ്ക്ക് നിനക്കൊരു കോള് ചെയ്യാമായിരുന്നു. എൻ്റെ നമ്പർ നിൻ്റെ കയ്യിലുണ്ട്, കണ്ണൻ്റെ നമ്പർ നിൻ്റെ കയ്യിലുണ്ട്. ഈ 2 ഫോണിലും വിളിച്ചാൽ കിട്ടുന്നതാണ്. ഇതിൽ 2ലും വിളിക്കാതെ നീ എന്താവശ്യത്തിന് അതിനകത്തിരുന്നിട്ട് എന്ത് കാണാനാണ് നീ ആ വീട് തുറന്നത്? ഞാൻ അമ്പലത്തിൽ പോകുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ അതിനകത്ത് താമസിക്കുന്നു, ഫാമിലിയായിട്ട് താമസിക്കുന്നു. പിന്നെ ഞങ്ങളുടെ പ്രാർത്ഥനയും വിളക്കും ഒക്കെ ഞങ്ങളുടെ സ്വകാര്യ കാര്യങ്ങളാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, എൻ്റെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിന്നെ അവിടെ പൈപ്പ് നന്നാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ച സമയത്ത് നീ ആ വീടിനകത്ത് വന്നില്ലായിരുന്നോ? നീ ആ വീടിനകത്ത് വന്നിട്ട് ഞങ്ങൾ ഫ്രണ്ടിൽ പോയിരുന്നിട്ട് നീ അടുക്കളയിലുണ്ടായിരുന്നല്ലോ. നീ അടുക്കളയിൽ നിന്ന് വന്നിട്ട് ഇടയ്ക്ക് നീ വന്ന് നോക്കുന്നുണ്ടായിരുന്നല്ലോ അവിടെ എന്തൊക്കെയാണ്, മേശയിൽ എന്തായിരിക്കുന്നത് എന്നൊക്കെ നീ നോക്കുന്നുണ്ടായിരുന്നല്ലോ. പുറത്തിരുന്നാലും ഞാനത് വീക്ഷിച്ചുകൊണ്ടായിരുന്നു ഇരുന്നിരുന്നത്. മനസ്സിലായി? നീ അറിയാതെ നിന്നെ ഞാൻ എന്ത് ചെയ്തിരുന്നുണ്ടായിരുന്നു? വീക്ഷിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനില്ലാതിരുന്ന സമയത്ത് ഞാൻ എവിടെയോ ടൂർ പോയിട്ട് ഞാൻ തലേദിവസം വന്നതേ ഉള്ളൂ. പിറ്റേ ദിവസമാണ് ഞങ്ങളവിടെ നിൽക്കുന്നത്. അന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാൻ ആ വീട്ടിലുണ്ടായിരുന്നു. നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിലോട്ട് നേരിട്ട് വരാമായിരുന്നല്ലോ. നീ എനിക്ക് വീട് തന്നവനല്ലേ, നീ എൻ്റെ വീട്ടിൽ നേരിട്ട് വന്നിട്ടില്ല. ഞാനില്ലാണ്ടിരുന്ന സമയത്ത് നീ അടുത്ത വീട്ടിൽ പോയിട്ട് നീ കുശലം പറയുകയും സംസാരിക്കുകയും ചെയ്തപ്പം നീ വീടും തന്നിട്ട് നിനക്ക് നല്ലൊരു ഡിസിഷൻ, നല്ലൊരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ലാത്ത ഹൗസ് ഓണറാണ് നീ. അപ്പം നിനക്ക് അതിനൊരു കഴിവില്ല. പിന്നെ വേറെ ഒരു കാര്യം ഞാൻ പറയാം, നീ ഒരു പാസ്റ്ററാണ്, നീ ഒരു ചർച്ചിൻ്റെ ഉപജ്ഞേതാവാണ്, നീ ഒരു ചർച്ചിൻ്റെ സ്ഥാപകനാണ്, നീ ഒരു ചർച്ച് നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. നിനക്ക് കുറച്ച് 4-3-7 കുറച്ച് ആളുകളും ഉണ്ട്. അപ്പം ഈ 4-3 നിൻ്റെ വീട്ടിലെ പ്രശ്നം പരിഹരിക്കാതെ, നിൻ്റെ വീട്ടിൽ വന്നിരിക്കുന്ന പ്രശ്നത്തെ നീ പരിഹരിക്കാതെ ഈ വന്ന് 4-3-7 എന്ന് പറഞ്ഞ് നിൻ്റെ പായിലിരുന്ന് നിൻ്റെ വീട്ടിൽ നിന്ന് കഞ്ഞി കുടിച്ചുകൊണ്ട് പോകുന്ന ആളുകളുടെ പ്രശ്നം നീ എങ്ങനെ പരിഹരിക്കും? നിൻ്റെ വീട്ടിനകത്ത് പല ആളുകളും പല സ്ത്രീകളും വരുന്നുണ്ട്, താമസിക്കുന്നുണ്ട്, നിൻ്റെ അനിയത്തിയാണെന്ന് പറഞ്ഞ് താമസിക്കുന്നുണ്ട്. ഇതിനൊക്കെ ആ നാട്ടുകാരൊരു നടപടി നീ ഒരു പട്ടിയേയും വളർത്തി ആരെയും അതിലോട്ട് ചെയ്യിപ്പിക്കാതെ, ഞാൻ ചോദിക്കുന്നത്, നിൻ്റെ ഭാര്യയാണെങ്കിൽ പോലും നിൻ്റെ കൂടെ ചെടി നനയ്ക്കാൻ നീ കൊണ്ടുപോകുന്നത് മാന്യത. നീ അവിടെ വരുന്ന പെണ്ണുങ്ങളെല്ലാം കൂട്ടി ചെടി നനയ്ക്കാനും ചെടി വളർത്താനും ഒക്കെ നീ നിൽക്കുമ്പോൾ നീ കാണിക്കുന്നതൊക്കെ നല്ലതും മറ്റുള്ളവർ കാണിക്കുന്നതൊക്കെ തെറ്റാണോ ജേക്കപ്പേ? അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ നല്ലൊരു ദിവസമായിട്ട് ഈ ക്രിസ്മസും ന്യൂ ഇയറൊക്കെ വരാൻ വേണ്ടി പോകുന്നു, നീ എന്ത് ചെയ്യുന്നുണ്ട്? ഇതൊക്കെ രഹസ്യമായിട്ട് നീ ആഘോഷിക്കുകയും ചെയ്യും. നീ പാസ്റ്ററാന്ന് പറഞ്ഞിട്ട് നീ പോത്തും മീനും ഒക്കെ വാങ്ങിച്ച് നീ നല്ലോണം ആഹാരം കഴിച്ച് നീ മദ്യവും കുടിച്ച് നീ കിടന്നുറങ്ങുമ്പോഴും ഒക്കെ നീ 2 ജീവിതങ്ങളെ എന്നിട്ട് നിന്നെപ്പോലെ കണ്ണും മൂക്കും വായും ഒക്കെ ഉള്ള ജീവിതങ്ങളാണ് ഞങ്ങൾ രണ്ടാളും. നിന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിനക്ക് പണമുണ്ട്, ഞങ്ങൾക്ക് പണമില്ല. എന്നാലും ഞങ്ങൾക്ക് ജീവിക്കാനുള്ള പണം ഉണ്ടായിരുന്നു, നിനക്ക് വാടക തരാനുള്ള പണവും ഞങ്ങളുടെ കയ്യിലുണ്ട്.
അത് ഞങ്ങൾ എന്ത് ചെയ്തിട്ട് കൃത്യമായിട്ട് നീ എണ്ണി എന്ത് ചെയ്തിട്ട് ഒപ്പിട്ട് എന്നോട് എണ്ണി മേടിച്ചുകൊണ്ട് പോയതല്ലേ ജയിക്കപ്പേ. 2 മാസത്തെ വാടക നീ എന്നോട് 12,000 രൂപ മേടിച്ചു. 3-ാമത്തെ മാസമാണ് നീ എൻ്റെ വീട് എന്ത് ചെയ്തത് പൂട്ടിയത്, ഞാൻ ഇല്ലാണ്ടിരുന്ന സമയത്ത്. നീ ചെയ്തത് മാന്യതയാണോ? എന്നിട്ടിപ്പോൾ നീ തന്നെ നിനക്ക് കുഴി വെട്ടി, നീ തന്നെ എന്ത് ചെയ്തു, അവിടെ എന്തോ സംഭവമാണെന്ന് പറഞ്ഞ് എല്ലാവരും കാണിച്ച് വെച്ചപ്പോൾ നീ വിചാരിച്ചു നിൻ്റെ ജയമാണെന്ന്. അല്ല ജയിക്കപ്പേ, നിൻ്റെ തോൽവിയാണത്. നിൻ്റെ തോൽവിയാണ്. നീ നിൻ്റെ തന്നെ തോൽവി നീ തന്നെ ഉറപ്പ് വരുത്തുക. നീ ഒന്നും കൂടെ ഒന്ന് വിശകലനം ചെയ്ത് നോക്ക് നിന്നെ തന്നെ. നീ ചെയ്തിരിക്കുന്നത്, നീ 2 പേർക്ക് വീട് വാടകയ്ക്ക് എടുത്ത് എഗ്രിമെൻറ്റും എഴുതി എല്ലാ കാര്യങ്ങളും നടന്ന് നീ വാടകയ്ക്ക് വീട് കൊടുത്തിട്ട് നീ ചെയ്തിരിക്കുന്നത്, അല്ലെ നീ നിൻ്റെ വൈഫും കൂടെ ചെയ്ത് അവിടുത്തെ നാട്ടുകാരും കൂടെ ചെയ്തിരിക്കുന്ന മര്യാദയാണോ? കേരള ജനതയിൽ എവിടെയെങ്കിലും ചെയ്യുന്നതാണോ? ഈ ഒരു ചന്ദനത്തിരി കത്തിച്ചു, അല്ലെങ്കിൽ ഈ ഒരു ഇത് ഞാൻ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ഇത് ഞാൻ കേരളത്തിനകത്ത് ഇതിൻ്റെ വേറൊരു സംഭവമുണ്ട്. അത് ഞാൻ അങ്ങനെ അവിടെ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ താമസിച്ച വീട്ടിൽ ചന്ദനത്തിരിയാണ്. അത് ഈ ചന്ദനത്തിരി മാത്രമാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. നിൻ്റെ മുമ്പിൽ തന്നെ ഞാൻ ചന്ദനത്തിരി കത്തിച്ചിട്ടുമുണ്ട്. എന്നിട്ട് നീ ചെയ്തത് മര്യാദയാണോ ജേക്കബേ? എന്താണ് നിൻ്റെ ഉദ്ദേശം? എന്തിനു വേണ്ടിയാണ് നീ ഇതൊക്കെ ചെയ്തത്? എന്നിട്ട് നിനക്കത് പരിഹരിക്കാൻ പറ്റാതെ നീ നെട്ടോട്ട് ഓടിയിട്ട്, നീ എത്രയെല്ലാം നെട്ടോട്ട് ഓടിയാലും നീ ലാസ്റ്റ് എന്ത് ചെയ്യും? വഴിക്ക് വരുമെന്ന് എനിക്ക് നല്ലോണം അറിയാം. മനസ്സിലായോ? നീ വന്നേ പറ്റൂ. അല്ലെങ്കിൽ നീ എടുത്തിരിക്കുന്ന കറുത്ത പുസ്തകം ഇല്ലേ, ബൈബിൾ എന്ന് പറയുന്ന ആ പുസ്തകമില്ല, അത് നിന്നെ ന്യായം വിധിക്കും. നിൻ്റെ മക്കൾ കാനഡയിലാണ് കിടക്കുന്നത്. നിൻ്റെ മക്കളിൽ കുടുംബജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. നീ ഇനി പലതും കാണാനും നീ പലതും ഇനി അനുഭവിക്കാനും ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം നിനക്ക് തന്നെ എന്ത് ചെയ്തിരിക്കുകയാണ്? കുഴി വെട്ടിയിരിക്കുകയാണ്. നിനക്ക് തന്നെ എന്ത് ചെയ്തു? ശാപം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം നീ മാനസാന്തരപ്പെട്ട് നീ നല്ലവനായിട്ടൊരു പാസ്റ്ററായിട്ട് എനിക്കൊന്ന് കാണിച്ചതാണ്. നിരപരാധിയായ എനിക്ക് നീ വീടും തന്ന്, എൻ്റെ കയ്യിൽ നിന്ന് അഡ്വാൻസും വാങ്ങിച്ച്, എൻ്റെ കയ്യിൽ നിന്ന് വാടകയും മേടിച്ച്, കറണ്ട് ബില്ലും എല്ലാ കാര്യങ്ങളും ഞാൻ അടച്ചിട്ട് നീ എൻ്റെ വീട് എൻ്റെ അനുവാദം ഇല്ലാതെ പൂട്ടുന്നത് എവിടുത്തെ മാന്യതയാണ്? അല്ലെങ്കിൽ 2 മാസത്തിൽ ഞാൻ 8 ദിവസം താമസിച്ചിട്ടേ ഉള്ളൂ. നിനക്ക് എന്ത് റൈറ്റ് ഉണ്ട് നിനക്ക് ചെയ്യാൻ വേണ്ടി? അങ്ങനെയാണ് നീ എന്തിനു വീട് തന്നേ? നിനക്ക് വീട് തരേണ്ട കാര്യങ്ങളില്ലല്ലോ. ഇതിപ്പം നീ മൊത്തം നാറിയില്ലേ ജേക്കപ്പേ? ഇനി നാറാൻ എന്തെങ്കിലും ബാക്കിയുണ്ടോ? എന്നിട്ട് നീ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങളെ 2 ഫോണും ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വിളിച്ചാൽ കിട്ടത്തില്ലാത്ത രീതിയിൽ ഞങ്ങളെ 2നെ നീ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. എന്താണ് നിൻ്റെ ഉദ്ദേശം? എന്താണ് നീ ഇതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യം? എന്ത് കിട്ടി, അല്ലെങ്കിൽ എന്ത് നേടി നിനക്ക്? ഹെമേഴ്സൺ ജേക്കബ്, മിസ്റ്റർ ഹെമേഴ്സൺ, എൽസമ്മ മിസ്റ്റർ ഹെമേഴ്സൺ, നിങ്ങൾക്ക് 2 പേർക്ക് എന്ത് കിട്ടി? നിങ്ങൾ എന്ത് മാതൃകാ ദമ്പതികളായ പാസ്റ്ററും ഭാര്യയാണ്? തിന്ന് പൊളിച്ച് അതിലെ കൂടെ കടലയും കുറച്ച് ബിസ്ക്കറ്റും ചവച്ചുകൊണ്ട് കിടക്കുന്നതാണോ നിൻ്റെ ഭാര്യ എൽസമ്മ? ആണോ ഞാൻ എന്താ പറയുക, ആണോ നിൻ്റെ നല്ല പാസ്റ്ററും ഭാര്യയാണോ നിങ്ങൾ? നിങ്ങളുടെ എന്ത് യോഗ്യതയുണ്ട് നിങ്ങൾക്ക് പാസ്റ്ററും ഭാര്യയാവാൻ? നിങ്ങളുടെ വിശ്വാസികൾ അറിയുന്നുണ്ടോ ഇത്? പണ്ട് ബോംബെയിൽ പോയിട്ട് ഒരു തടി അടിച്ചിരിക്കുന്ന വീട്ടിൽ വാടകയ്ക്ക് താമസിച്ച ചരിത്രമൊക്കെ മറന്നുപോയോ ജയിക്കപ്പേ? നാട്ടുകാർ തല്ലി ഓടിച്ചപ്പോഴും വീട്ടുകാർ തല്ലി ഓടിച്ചപ്പോഴൊക്കെ അതൊക്കെ നീ മറന്നുപോയോ? നീ ഇത്രയും നാൾ എന്ത് ചെയ്ത് വാടക വീട് പൂട്ടി വെച്ചിട്ട് ഞാൻ കൊടുക്കുന്ന കംപ്ലൈൻറ്റിനെല്ലാം വന്ന് നീ വേറെ ഓപ്ഷനും എടുത്തിട്ടിട്ട് നീ ആദ്യം ആ കാർത്യായനി ക്ഷേത്രത്തിൽ പോയിട്ട് ചോദിക്ക്, ഹോമം എന്താ, ഗണപതി ഹോമം എന്താ, അല്ലെങ്കിൽ ഹോമം എന്ന് പറഞ്ഞാൽ എന്താ എന്നൊക്കെ നീ ആദ്യം ഒന്ന് പോയി മനസ്സിലാക്ക്. എന്നിട്ട് നീ എനക്ക് ഉണ്ടാക്കാൻ നിൽക്ക്. എൻ്റെ എത്ര നാളുകളായെന്നറിയോ ഞാനൊരു ചായ ഇട്ട് കുടിച്ചിട്ട്? എത്ര നാളായെന്നറിയോ ഞാൻ ആ ഫുഡ് ഉണ്ടാക്കി കഴിച്ചിട്ട്? എത്ര നാളായെന്നറിയോ ഞാൻ എൻ്റെ ലൈഫൊന്ന് ആസ്വദിച്ച് പോയിട്ട്? നിനക്കറിയാമോ? നീ എൻ്റെ വേദന എവിടെ കൊണ്ട് തീർക്കും? നീ ഈ ലോകത്തിലല്ലേ നിനക്ക് മാന്യതയായിട്ട് നടക്കാൻ പറ്റും? നീ എല്ലാവരുടെ മുമ്പിൽ പണം കൊണ്ട് നീ അങ്ങനെ കാർ ഓടിച്ചോ അങ്ങനെ ഇങ്ങനെയൊക്കെ നിനക്ക് നടക്കാൻ പറ്റും? നിനക്ക് എന്ത് സംഭവിച്ചാൽ നിൻ്റെ ആത്മാവ് ഒരു ദിവസം നിന്നോട് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു ദിവസമുണ്ട്. അതറിയാം നിനക്ക്? ഞാൻ എന്നും ഇവിടെ കാണാറുണ്ട് ഓരോ മനുഷ്യർ ചത്തിട്ട് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് വിറകടുക്കിയിട്ട് കത്തിച്ചിട്ട് ചാരം ഞാൻ എന്നും കാണാറുണ്ട്. കത്തിച്ചു പോയി കഴിഞ്ഞിട്ടുള്ള ചാരവും കനലും ഞാൻ ദിവസം കാണുന്ന ഒരാളാണ്. അറിയാമോ നിനക്ക്? അത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ ജീവിതവും ചാട്ടമൊക്കെ. നീ എന്തിനാണ് വീടും കൂടും ഇല്ലാത്ത എനിക്ക് വാടക വീട്ടിൽ കിടക്കുന്ന എൻ്റെ സാധനങ്ങളും പിടിച്ചു വെച്ചിട്ട് വീടും പൂട്ടിയിട്ടിരിക്കണേ? എന്താടാ നിനക്ക്? എന്തിനാ സുഖേടാ നിനക്ക്? എന്താ നിൻ്റെ കുഴപ്പം? അതെനിക്ക് നീ ഒന്ന് പറഞ്ഞോ. എന്തായാലും വീഡിയോ കാണും, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത്. വീട് അഡ്വാൻസും മേടിച്ച് വാടകയും എഴുതി. വാടക ഞാൻ കൊടുക്കുമ്പോൾ ഞാനത് സൈൻ ചെയ്ത് മേടിക്കാറുണ്ട്. വാടക കൊടുത്തിട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യാതിരുന്നാൽ മാത്രമേ നമ്മുടെ കയ്യിൽ അങ്ങനത്തെ ഒരു റൈറ്റ് വരുന്നുള്ളൂ.
മനസ്സിലായി? നീ വീട് തന്നപ്പോഴേ നിൻ്റെ വൈഫ് എന്നോട് എന്താ പറഞ്ഞു? അയൽവാസികൾ ആരെങ്കിലും കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും? മാറ്റും. ഞങ്ങൾ അധികം ആരും അവിടെ നിർത്താറില്ല. ഞാൻ വരുന്നതിന് മുമ്പേ നിൻ്റെ വൈഫ് എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞ കാര്യങ്ങൾ അതാണ്. മനസ്സിലായോ? അപ്പം നിൻ്റെ വൈഫ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നാടകമാണോ അല്ലെങ്കിൽ നീ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നാടകമാണോ? പിന്നെ കേരളക്കരയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊക്കെ വന്നാലും ഈ കാണിക്കുന്ന വർഗീയത അല്ലെങ്കിൽ ഈ കാണിക്കുന്ന അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ആചാരത്തെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്ന അല്ലെങ്കിൽ ജാതി സ്പിരിറ്റ് ഇതൊക്കെ കാണിക്കുമ്പോൾ അതിനൊന്നും ഒരു നടപടി എടുക്കാൻ അവിടെ ആരുമില്ല. അധികാരികളും വേണ്ടുന്ന നിലയിൽ അന്വേഷിക്കാറില്ല, ഒന്നുമില്ല. പിന്നെ ഞങ്ങളിവിടെ താമസിക്കുന്ന സ്ഥലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ എഗ്രിമെൻ്റ് ഇല്ല, വാടക വീടിന് എഗ്രിമെൻ്റ് ഇല്ല. ഞങ്ങൾ അന്നേരവും പൈസ വീട് താമസിക്കുമ്പോഴും ഞങ്ങളൊരു ബുക്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ കൊടുക്കുന്ന പൈസയും ഞങ്ങൾ കൊടുക്കുന്ന കാര്യങ്ങൾ എഴുതി വയ്ക്കാറുണ്ട്. എന്തിനാ? നാളെ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ അങ്ങനെയല്ല ഇങ്ങനെയല്ലെന്ന് പറയരുത്. അതുകൊണ്ട് നീ ചെയ്തിരിക്കുന്ന ദ്രോഹം, നീയും നിൻ്റെ വൈഫും നിൻ്റെ നാട്ടുകാരും കൂട്ടി ചെയ്തിരിക്കുന്ന ദ്രോഹം എവിടെയെങ്കിലുമൊക്കെ എന്ത് ചെയ്യും? നീ ശരിക്കും അനുഭവിക്കും, നല്ലവണ്ണം നീ അനുഭവിക്കും. നീ അനുഭവിക്കാൻ കിടക്കും. നിൻ്റെ ബൈബിൾ, നിൻ്റെ കയ്യിൽ എത്ര ബൈബിൾ ഉണ്ടെങ്കിലും, നീ എത്ര പ്രസംഗിച്ചാലും, നീ എത്ര കൈകൊട്ടിയാലും, നീ എത്ര കടന്ന് 4, 3, 7 പാട്ടൊക്കെ പാടി നീ കടന്ന് ചാടി മറിഞ്ഞാലും നീ അനുഭവിച്ചേ പോകൂ. ഉറപ്പാണത്. നല്ലവണ്ണം നീ അനുഭവിക്കും. എത്ര പണം ഉണ്ടെങ്കിലും നിനക്കതൊന്നും തികയത്തില്ല. അതെല്ലാം നീ അനുഭവിക്കും. അത് നശിച്ചും പോകും നീ എന്നോട് ചെയ്ത ദ്രോഹത്തിന്. ആരെന്ത് വിചാരിച്ചാലും എനിക്ക് കുഴപ്പമില്ല. എനിക്ക് എൻ്റെ കാര്യമാണ് ഏറ്റവും വലുത്. എത്ര നാളായെന്നറിയാമോ ഒരു ചായ ഇട്ട് കുടിക്കണം? ഒരു കടയിൽ നിന്ന് ചായ മേടിച്ച് കുടിച്ച്, കടയിൽ പോയിട്ട് ഒരു ചായ മേടിച്ച് കുടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കത് ശരിയാവണില്ല. എത്രയോ നാളായി ഒരു ചായ ഇട്ട് കുടിച്ചിട്ട് നീ എൻ്റെ ഗ്യാസും ബാത്റൂം സാധനങ്ങളും എൻ്റെ അടിവസ്ത്രം ഉൾപ്പെടെ നീ പൂട്ടിക്കെട്ടി വെച്ചിരിക്കുക. നീ അതെടുത്ത്, ഞാൻ ഒന്നും പറയുന്നില്ല, ഞാനൊരു പെണ്ണാണ്, എൻ്റെ പല സാധനങ്ങളും അതിനകത്തുണ്ട്. അതുവരെ നീ അതുവരെ പൂട്ടിക്കെട്ടി നീ ഉൾപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. നാണാമാനില്ലാത്തവൻ എമേഴ്സൺ ജേക്കബ്. എത്രയോ വീഡിയോ ഞാൻ ഇതിനകത്തിട്ടിട്ടുണ്ട്. അടിവസ്ത്രം മാത്രമല്ല, ഞാൻ എല്ലാ മാസവും ഉപയോഗിക്കുന്ന സാധനങ്ങളുണ്ട്, അതുവരെ അതിനകത്തുണ്ട്. അങ്ങനെ പലതും. നമ്മളൊരു പരാതി കൊടുത്താലും അതിനെ നല്ല രീതിയിൽ റെസ്പോൺസ് ചെയ്യാത്ത കുറേ അധികാരികളും ഉണ്ട്. എന്താ കാര്യം മനസ്സിലാക്കാതെ വരിക, മാസം വന്ന് ജോലി ചെയ്യുക, ശമ്പളം മേടിക്കുക, വീട്ടിൽ പോകുക. മാസം വന്ന് പിണറായി കൊടുക്കുന്നുണ്ടല്ലോ. കാരണം അവിടെ ഇവിടെയും ദുരന്തങ്ങൾ വരുമ്പോഴും, അവിടെ ഇവിടെയും പ്രളയം വരുമ്പോഴും, വയനാടും അവിടെയൊക്കെ പ്രളയം വന്നപ്പോഴും നാട്ടുകാരെ പറ്റിച്ച് കുറേ എണ്ണം അവനും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ പണമുണ്ട് എന്ത് ചെയ്ത് ഇവന്മാർക്കെല്ലാം തിന്നാനും ശമ്പളം കൊടുക്കാനും ഒക്കെ. അപ്പോൾ എന്ത് തോന്നിയാസമാവാം. നിങ്ങൾ കേരളക്കരയിൽ ജീവിക്കുന്ന എൻ്റെ വീഡിയോ കാണുന്ന ആളുകളുണ്ടെങ്കിൽ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അത്ര അനുഭവിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ 17-18 വയസ്സുള്ളപ്പോൾ തൊട്ട് ഞാൻ വീട് വാടകയ്ക്ക് എടുത്ത് താമസിക്കുന്നതാണ്. ആദ്യം ഞാൻ താമസിക്കുമ്പോൾ 400 രൂപയ്ക്ക് വീട്ടിൽ വാടക താമസിച്ച് തുടങ്ങിയ ഒരു വ്യക്തിയാണ് ഞാൻ. ഇന്നും വാടക ജീവിതം തന്നെയാണ്. വാടകയ്ക്ക് താമസിക്കുന്ന ആളുകൾക്കറിയാം വാടകയ്ക്ക് താമസിക്കുമ്പോൾ ആളുകളുടെ ബുദ്ധിമുട്ട് എന്താണ്. ഈ ഒരു ചന്ദനത്തിരി കത്തിച്ചു എന്നും പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവൻ എനിക്കെതിരെ എന്ത് ചെയ്ത്, അവൻ്റെ അടുത്തുള്ള ഒരു ലേഡി പുകച്ചു എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു, പ്രശ്നം ഉണ്ടാക്കി. എന്ത് പുകച്ചു? ഒരു 2 ചന്ദനത്തിരി കത്തിച്ചാൽ അതിൻ്റെ സ്മെല്ല് പിടിക്കാൻ പറ്റത്തില്ലേ? അപ്പോൾ അവിടെ തൊട്ടടുത്ത് കാർത്തിയാനി ക്ഷേത്രം ഉണ്ടല്ലോ, അതിൻ്റെ മുമ്പിൽ കൂടെ അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. അവിടെ ചന്ദനത്തിരി കത്തിക്കുന്നുണ്ടല്ലോ. ഇവരെന്നും പള്ളിയിൽ പോകുമ്പോൾ അതിൽ നടന്നു പോകുമ്പോഴും ഒക്കെ ചന്ദനത്തിരിയുടെ മണം വരില്ലേ? അപ്പോൾ ഇതൊന്നും ഒരു ഓപ്ഷനല്ല. ഈ ഞങ്ങളെ നിരപരാധിയായ 2 ആത്മാക്കളെ ദ്രോഹിച്ചിട്ട് എന്ത് കിട്ടും നിങ്ങൾക്ക്? എന്ത് നേടും നിങ്ങൾ? ഞാനും വിചാരിച്ചു അവിടെ കിടക്കട്ടെ, അവൻ കുറച്ച് നാൾ അത് അങ്ങനെ അവിടെ കിടക്കട്ടെ, എനിക്കതിലൊന്നുമില്ല. എന്നെ ദൈവം എവിടെയും കൈവിട്ടിട്ടുമില്ല. നീ കൈകൊട്ടുന്ന ദൈവം നിന്നെ കൈവിട്ടിട്ടുണ്ടാവും, പക്ഷെ ഞാൻ വിളക്ക് കൊടുക്കുന്ന ദൈവം എന്നെ കൈവിടില്ല, എവിടെയും കൈവിടില്ല. ഒരു നേരത്തെ ആഹാരത്തിന് പോലും എന്നെ അവർ കൈവിട്ടിട്ടില്ല. അപ്പം ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങളെല്ലാവരും അവിടെ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ എന്നെയും കൂടെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇത്രയും ചെയ്തത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. കഴിഞ്ഞ 24-ാം തീയതി തുടങ്ങിയതാണ് എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിക്കാൻ. ഇന്ന് അതിന് 1 വർഷം പൂർത്തിയായി. അടുത്ത വർഷം ഇനി നമ്മൾ ജീവിച്ചിരിക്കുന്ന ഒരു തെളിവുമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള അന്യായം ചെയ്യുന്ന ആളുകൾക്ക് സപ്പോർട്ട് അടിക്കാനും അന്യായക്കാരും ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, അവിടെ എത്രയോ ഹിന്ദുക്കളുണ്ട്. ഒരു ചന്ദനത്തിരി കത്തിച്ചു എന്ന് പറഞ്ഞ ഒരു ക്രിസ്ത്യാനി ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിനെതിരെ മൗനം നടിച്ചിരിക്കാൻ പറ്റുമോ?
അപ്പം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ.